ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ് ആണ്. HDFC ബാങ്കിനെ പറ്റി എനിക്ക് നിങ്ങളോട് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം ഈ ബാങ്കിനെ പറ്റി. ഇത് ഇന്ത്യയിലെ ഒരു മൾട്ടിനാഷണൽ ബാങ്കാണ്, വളരെ നല്ല ബാങ്കാണ്. അതായത് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിനടുത്ത് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 തരത്തിലുള്ള അപ്ലൈ ലിങ്കാണ് ഞാൻ തരുന്നത്. ഒന്നിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കേരളത്തിലെ വേക്കൻസിയാണ് വരുന്നത്. ഫ്രണ്ട് പേജിൽ തന്നെ ഒരുപാട് വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിയിൽ നിങ്ങൾ നോക്കുക. അവിടെ നിങ്ങളുടെ അതിനകത്ത് അല്പം എക്സ്പീരിയൻസ് വേണം. ആദ്യം പറഞ്ഞു കൊള്ളട്ടെ, എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് മാച്ച് ആകുന്നുണ്ട്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ മാച്ച് ആകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ആ ജോബുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് മാച്ച് ആകുന്നില്ലെങ്കിൽ അവരുടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ ആ ലിങ്കിൽ കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് നമ്മുടെ CV സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഏത് ലൊക്കേഷനിലാണ് ജോലി വേണ്ടത്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് അവിടെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ 2 തരത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ 2 തരത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് രണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുന്നേ നമുക്ക് ഇതിന്റെ ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ്, ഇതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഫീസ് ഇല്ല, എക്സാമും ഇല്ല. വീടിനടുത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. വളരെ ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. സാലറി 45,800 ആണ്. ഇതിനകത്ത് 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാം. മെയിൽ ആൻഡ് ഫീമെയിലിന് ആൾ ഇന്ത്യ ജോബാണ്. മെയിൽ ഫീമെയിലിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് വളരെ നല്ല വേക്കൻസിയാണ്. നിങ്ങൾ ഇതിന് ഉപേക്ഷ വിചാരിക്കരുത്. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. HDFC ബാങ്ക് റിക്രൂട്ട്മെന്റ്. HDFC ബാങ്ക് ഹാസ് ഇൻവൈറ്റഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫ്രം എലിജിബിൾ ആൻഡ് ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്. ഏതാണ്ട് 15,500+ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് 15 ജൂൺ വരെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷൻ നെയിം HDFC ബാങ്ക്. പോസ്റ്റ് 15,500+ ഞാൻ പറഞ്ഞു. ക്വാളിഫിക്കേഷൻ 10th 12th ഗ്രാജുവേറ്റ് ആണ്. പേ സ്കെയിൽ നിങ്ങൾക്ക് 48,500 തൊട്ട് 68,800 വരെ കിട്ടും. പക്ഷെ ഇത് നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു ഇന്റർവ്യൂവിൽ, ആ ഒരു തരത്തിലായിരിക്കും നിങ്ങളുടെ സാലറി. എങ്കിൽ നിങ്ങളുടെ ആവറേജ് സാലറി 48,500 സ്റ്റാർട്ടിംഗ് ആണ്. എക്സ്പെക്ടഡ് സാലറിയാണ്. സെലക്ഷൻ പ്രോസസ്, ഇന്റർവ്യൂ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ അപ്ലൈ 15th ജൂൺ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ സ്റ്റാർട്ട് ഡേറ്റ് ഞാൻ പറഞ്ഞു 1 May ആണ്. അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് 15 ജൂൺ. മെറിറ്റ് ലിസ്റ്റ് നോട്ടിഫൈ ലെറ്റർ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേയ്മെന്റ് നില്ലാണ്. ഫീസ് ഒന്നും കൊടുക്കേണ്ട. SC ST PWD നില്ലാണ്. നിങ്ങൾക്ക് ഫീസും ഇല്ല, എക്സാമും ഇല്ല. നമുക്ക് ഈ പോസ്റ്റ് നെയിം ഓഫ് ദ പോസ്റ്റ് നോക്കാം. നമുക്ക് അഡ്മിനിസ്ട്രേഷന്റെ പോസ്റ്റ് ഉണ്ട്, അനലിസ്റ്റിക്സിന്റെ പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ബ്രാഞ്ച് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, ക്ലർക്കിന്റെ ഉണ്ട്, കളക്ഷൻ ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ഫൈനാൻസ് മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഉണ്ട്, POയുടെ പോസ്റ്റ് ഉണ്ട്, IT മാനേജറുടെ പോസ്റ്റ് ഉണ്ട്, ഹെഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, മാനേജറുടെ പോസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 18 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളുടെ വീഡിയോ മൊത്തം കാണുവാൻ ശ്രമിക്കുക. പലരും എനിക്ക് മെസ്സേജ് ഇടും, ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ഏജ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് കമന്റ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളത് മൊത്തം വീഡിയോ കാണാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്റെ വീഡിയോ കുറഞ്ഞ പക്ഷം 3 മിനിറ്റെങ്കിലും കണ്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ 1 സെക്കൻഡ് കണ്ടിട്ട് എനിക്ക് കമന്റ് ഇടുക, അതിന് ഞാൻ ആൻസർ ചെയ്യുക, അത് നിങ്ങൾ കാത്തിരിക്കുന്നതിനെക്കാട്ടി എത്രയും നല്ലതാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുക. കുറഞ്ഞ പക്ഷം നിങ്ങൾ 3 മിനിറ്റെങ്കിലും എന്റെ വീഡിയോ കാണണം. നമുക്കിനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. പക്ഷെ ഇത് കണക്കുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഞാനിത് കാണിച്ച് ഞാൻ തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ കറണ്ട് വേക്കൻസി പറയുന്നുണ്ട്. ആദ്യം തന്നെ കാണാം, ടെക്നിക്കൽ അപ്രൈസറുടെ വേക്കൻസി ഉണ്ട്. കോട്ടയം, മൂവാറ്റുപുഴ ഇവിടെ പറയുന്നുണ്ട്. റിക്കേർഡ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങൾ മാച്ച് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ
വെബ്സൈറ്റ് ഉണ്ട് ഇവരുടെ. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈനിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അവർ ചോദിക്കുന്ന കാര്യങ്ങളിലൊക്കെ അവിടെ കൊടുക്കണം. അതെങ്ങനെയൊക്കെയാണെന്നുള്ള ഞാൻ മുന്നോട്ട് പറയാൻ സമയം കളയുന്നില്ല. ഓപ്പറേഷൻ ക്രെഡിറ്റ് പ്രോസസ്സിങ്ങിന്റെ വേക്കൻസി ഉണ്ട്. ഇത് കൊച്ചിയിലാണ് ഈ വേക്കൻസി. ബിസിനസ് ഡെവലപ്മെന്റ് കാലിക്കറ്റുണ്ട്, കണ്ണൂരിലുണ്ട് ബിസിനസ് ഡെവലപ്മെന്റിന്റെ വേക്കൻസി. ഇതിനകത്ത് റിക്കേർഡ് എക്സ്പീരിയൻസ് 2 വർഷത്തെ ഇതിനകത്ത് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. MBA ആയിരിക്കണം, നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കണം. ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് MBAക്കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ ഫ്രണ്ട് ഓഫീസിന്റെ ഉണ്ട്. ഇതിനകത്ത് തൃശ്ശൂരാണ്. ഇതിനകത്ത് 2 വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. ഇവിടെ ടെക്നിക്കൽ അപ്രൈസർ മാർത്താണ്ഡം തമിഴ്നാടിൻ്റെയാണിത്. ഇതിനകത്തും നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിരിക്കണം. BCom BTech ഒക്കെ അങ്ങനെയൊക്കെയുള്ള പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. മാനേജർ ഓഡിറ്റ് ആൻഡ് റെഗുലേറ്ററി കംപ്ലൈൻസ് ഉണ്ട്. ഇത് മുംബൈയിലെ വേക്കൻസിയാണ്. പൂനെയിലുണ്ട്, പട്നയുണ്ട്. ഈ ഒരു ഫ്രണ്ട് പേജിൽ കാണുന്ന നിങ്ങൾ നോക്കണം ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. ഇതിനകത്ത് നിങ്ങളുടെ വേക്കൻസി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസും അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഡിസിഗ്നേഷനുമായിട്ട് പോസ്റ്റുമായിട്ട് മാച്ച് ആകുന്നില്ലെങ്കിൽ നിങ്ങളിവിടെ ലോഡ് മോർ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞുള്ള ഒരുപാട് സ്ഥലത്തുള്ള വേക്കൻസികൾ വരും. അവിടെ നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം. ഇവിടെ എല്ലാ ലൊക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ലൊക്കേഷനിൽ നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അപ്പം ഇവിടെ ലൊക്കേഷൻ നിങ്ങൾ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അപ്ലൈ നൗ എന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊടുത്ത് അപ്ലൈ ചെയ്യാം. ഒരുപാട് സമയം ആകും. അതുകൊണ്ട് ഞാനാണ് അപ്ലൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് പറയാത്ത ആ ഒരു സെയിം പ്രൊസീജിയറാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതല്ല, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ആ ഒരു ജോബ് ഇവിടെ നിങ്ങൾ മാച്ച് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ രണ്ടാമത്തെ എൻ്റെ ലിങ്ക് ഞാൻ തരുന്നുണ്ട്. അപ്പം ഞാൻ തന്നിരിക്കുന്ന രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ ആ ഒരു മറ്റേ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് യോജിച്ച ഒരു ജോബ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ വളരെ സിമ്പിളാണ്. മിസ്സസ് ആണോ എന്നുള്ളത് കൊടുത്ത് ഫസ്റ്റ് നെയിം കൊടുത്ത് ലാസ്റ്റ് നെയിം കൊടുത്ത് മെയിലാണോ ഫീമെയിലാണോ എന്ന് കൊടുത്ത് ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത് മൊബൈൽ നമ്പർ നിങ്ങളുടെ കൊടുത്ത് അതുകൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് സിറ്റി കൊടുത്ത് പിന്നെ ഇവിടെ പ്രിഫറൻസ് ലൊക്കേഷൻ നിങ്ങൾ ഏത് ലൊക്കേഷനാണ് ഇവിടെ നിങ്ങൾക്ക് 3 ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക, ഇല്ലെങ്കിൽ 0 ആണെങ്കിൽ 0 to 2 എന്നുള്ളത് കൊടുക്കുക, ഇല്ലെങ്കിൽ പ്രഷർ ആണെങ്കിൽ പ്രഷർ കൊടുക്കുക. പ്രഷറിന് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. കറൻ്റലി എംപ്ലോയിഡ് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. കരിയർ ബ്രേക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ബ്രേക്ക്, അതായത് നിങ്ങളുടെ ജോലി കുറച്ച് നാളത്തേക്ക് നിന്നുപോയി നിങ്ങൾ ജോലിക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇവിടെ ലെസ് ദാൻ 6 months to 1 year എന്നുള്ള കാര്യം ഇവിടെ കൊടുക്കുക. നോട്ടീസ് പീരീഡ് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ജോലിയുണ്ട് അവിടുന്ന് വിടാൻ എത്ര സമയം വേണം അതുകൂടെ നോട്ടീസ് പീരീഡ് നിങ്ങൾ 15 തൊട്ട് 30 ഡേയ്സ് 30 തൊട്ട് 60 ആ ഒരു കാര്യം നിങ്ങളുടെ അനുസരിച്ച് അത് എടുക്കുക. ഇൻഡസ്ട്രി നിങ്ങളുടെ ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രി ഇവിടെ ഓരോ ഇൻഡസ്ട്രി പറയുന്നുണ്ട്. നിങ്ങൾ IT ആണെങ്കിൽ IT എടുക്കുക, അല്ല നിങ്ങൾ FMCG ആണെങ്കിൽ അതെടുക്കുക, ഇവിടെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിൽ അതെടുക്കുക. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, അത് ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇൻഡസ്ട്രി കറണ്ട് ജോബ് റോൾ നിങ്ങൾ എന്താണ് അവിടെ നിങ്ങൾ ഏത് ജോബ് റോൾ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളുടെ പോസ്റ്റ് എന്താണ് അതെഴുതുക. ഹയസ്റ്റ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ എന്താണ് അത് ഇവിടെ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇനി റോൾ ഇൻട്രസ്റ്റഡ് നിങ്ങൾ ഏത് തരം റോളാണ് അല്ലെങ്കിൽ പോസ്റ്റാണ് ഇൻട്രസ്റ്റ് ആകുന്നത് ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. IT ആണെങ്കിൽ നിങ്ങൾക്ക് IT ബിസിനസ് ആൻഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതർ റോളാണെങ്കിൽ അതർ റോളിൽ നിങ്ങളുടെ ഒരു യോജിച്ച റോൾ കിട്ടുന്നില്ലെങ്കിൽ അതർ റോള് നിങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അവിടെ താഴോട്ട് വരുമ്പോൾ ഡു യു ഹാവ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് നോ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ ഫയൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റെസ്യൂം ഇവിടെ നല്ല ബാങ്കിൻ്റെ തരത്തിലുള്ള ബാങ്കിൻ്റെ ആ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ഒരു തരത്തിലുള്ള CV ഉണ്ടാക്കി നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് ചെയ്യുക, ഇവിടെ ക്യാപ്ച കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. വേക്കൻസി വരുന്നതനുസരിച്ച് തീർച്ചയായിട്ടും HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ എത്രയോ ബാങ്ക് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വേക്കൻസി വരും. അതനുസരിച്ച് അവർ നിങ്ങളെ വിളിക്കാൻ സാധ്യതയുണ്ട്. വളരെ നല്ല വേക്കൻസിയാണ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.